ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2024 ഡിസംബർ 15 ഞായറാഴ്ച മുതൽ 21 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ വൃശ്ചികം ധനു രാശികളിലായി തൃക്കേട്ട മൂലം ഞാറ്റുവേലകളിലും ചന്ദ്രൻ വെളുത്തവാവ് മുതൽ കൃഷ്ണപക്ഷ ഷഷ്ടി വരെ മകയിര മുതൽ പൂരം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവം രാശിയിൽ വക്രഗതിയിൽ രോഹിണിയിലും ചൊവ്വ കർക്കിടകത്തിൽ പൂയത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ബുധൻ വൃശ്ചികൻ രാശിയിൽ അനിഴം നക്ഷത്രത്തിലും ശുക്രൻ മകരൻ രാശിയിൽ തിരുവോണം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ ചതയത്തിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തുടർച്ചയായി അനുഭവപ്പെട്ടിരുന്ന കാര്യതടസ്സങ്ങൾ നീങ്ങും. കാര്യസാധ്യവും കാര്യങ്ങളിൽ വിജയവും ഉണ്ടാവും. കർമ്മമേഖലയിൽ പുത്തൻ പ്രതീക്ഷകൾക്ക് വഴി തുറക്കും. ദൗത്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. സാങ്കേതിക വിഷയങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ട പരിശ്രമം തുടരും. വീട്ടിൽ പ്രായമായവരുടെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചമുണ്ടാകും. ക്രിയാകുശലതയും ചിന്താശക്തിയും ഏകീകരിക്കപ്പെടും. ആഴ്ചമധ്യം ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അമിത ചെലവിനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മനസ്സമാധാനം അനുഭവപ്പെടും. പരിശ്രമങ്ങൾ വിജയിക്കും. വസ്തുവകകളുടെ ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബജീവിതത്തിൽ സമാധാനം നിറയും. കർമ്മമേഖല കരുത്താർജിക്കും. തൊഴിൽ രംഗത്ത് പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശുഭാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങും. ഭൗതിക നേട്ടങ്ങൾ ആവർത്തിക്കും. തടസ്സപ്പെട്ടിരുന്ന സർക്കാർ കാര്യങ്ങളിൽ നീക്കുപോക്കുണ്ടാകും. കുടുംബ ബന്ധങ്ങൾ ഹൃദ്യമാകും. വാരം മധ്യത്തിൽ ഉന്മേഷക്കുറവ് അനുഭവപ്പെട്ടേക്കാം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും ഭവിക്കുന്നത്. മനസ്സിൻ്റെ ഏകാഗ്രത കുറയുന്നതായി തോന്നും. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം കലാപരമായ സിദ്ധികൾക്കും അവസരം ലഭിക്കും. മേടക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലെ ചൊവ്വ മനക്ലേശം സൃഷ്ടിച്ചേക്കാം. വാഹനത്തിന് അറ്റകുറ്റപ്പണി വരാനിടയുണ്ട്. ഇടവക്കൂറുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നുചേരും. പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് പിന്തുണ ലഭിക്കും. സാമ്പത്തിക രംഗം മോശമാകില്ല. സുഖഭോഗങ്ങൾക്കായി അനാവശ്യമായി പണം ചെലവഴിക്കും. മുടങ്ങിക്കിടക്കുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. മൂത്രാശയ കരൾ രോഗപീഠകൾ അലട്ടിയേക്കാം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ്സിൽ സാമാന്യമായ മെച്ചമുണ്ടാകും. സ്ത്രീകളുടെ പിന്തുണ നിർലോഭം ലഭിക്കും. പാതി വഴിയിൽ ഉപേക്ഷിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തടസ്സം നേരിടും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ ഉപദേശം സ്വീകാര്യമാകും. സഹോദര ബന്ധങ്ങളിലെ ഊഷ്മളത കുറയും. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ അലസത പ്രകടിപ്പിക്കും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറിയേക്കും. സ്വന്തമായി പുതിയ സംരംഭം തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങും. വാത നീർദോഷങ്ങൾ അലട്ടിയേക്കാം. വാരം മധ്യം കൂടുതൽ ഗുണം ചെയ്യും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം തുടരും. ഉറച്ച തീരുമാനം കൈക്കൊള്ളുവാൻ പലപ്പോഴും ക്ലേശിച്ചേക്കും. സംഭാഷണത്തിലെ പാരുഷ്യം നിമിത്തം ശത്രുക്കളുടെ എണ്ണം കൂടുന്നതായി അനുഭവപ്പെടും.
ബിസിനസ് യാത്രകൾ ഗുണകരമാകും. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും, എങ്കിലും അതനുസരിച്ച് ചെലവുകളും വർദ്ധിക്കും. പുതിയ വീട് നിർമ്മിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങും. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനമാകും. ഊഹക്കച്ചവടത്തിലും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം. സർക്കാർ അനുമതികൾക്ക് കാലതാമസം നേരിടും. കാര്യാലോചനകളിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരും. പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ കഴിയും. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾക്ക് മേന്മ കൂടും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് അപവാദത്തിനിടയുണ്ട്. അനാവശ്യമായ ഒരു ആദി മനസ്സിനെ അലട്ടിയേക്കും. തൊഴിൽ രഹിതർക്ക് ശുഭവാർത്തയുണ്ടാകും. പതിവിലധികം യാത്രകൾ വേണ്ടിവരും. പങ്കാളിത്ത ബിസിനസ്സിൽ ആസ്വാരസ്യങ്ങൾ ഉയരും. ചിലപ്പോൾ അഴിച്ചുപണി വേണ്ടിവരും. കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചേക്കില്ല. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കും. തീർത്ഥയാത്രകൾക്ക് അവസരമുണ്ടാകും. വാരം ആദ്യവും വാരം അവസാനവും മെച്ചമുണ്ടാകും. ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികൾ ഏൽപ്പിച്ച പദ്ധതികൾ പൂർത്തിയാക്കുവാൻ കഴിയും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രാധിപനായ വ്യാഴത്തിൻ്റെ സഞ്ചാരം വക്രഗതിയിൽ ആയതിനാൽ കൃത്യനിഷ്ഠയിൽ വീഴ്ച സംഭവിക്കാനിടയുണ്ട്. സമയബന്ധിതമായി ചുമതലകൾ നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ചിലപ്പോൾ അലസത പിടികൂടിയെന്നും വരാം. ബിസിനസ്സിൽ നിക്ഷേപങ്ങൾക്ക് അനുകൂല സമയമല്ല. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയും. കുടുംബസമേതമുള്ള ഉല്ലാസയാത്രകൾ ആസൂത്രണം ചെയ്യും. ചിന്തിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഗുണകരമായി തീരും. സ്വതസിദ്ധമായ കഴിവുകൾ ആവശ്യമായ സമയത്ത് പ്രകടിപ്പിക്കുവാൻ കഴിയാതെ വരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. അധ്യാപകർക്കും വക്കീലന്മാർക്കും അനുകൂല സമയമാണ്. പ്രമാണങ്ങളിലും കരാറുകളിലും ഏർപ്പെടുമ്പോൾ ശ്രദ്ധ വേണം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മമേഖലയിൽ നവോന്മേഷം അനുഭവപ്പെടും. ആദിത്യൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങൾ ഗുണകരമാകും. ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കും. വ്യാപാര രംഗത്ത് പുതിയ മാറ്റങ്ങളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങും. സന്താനങ്ങളുടെ ജോലികാര്യത്തിൽ ശുഭസൂചനകൾ ലഭിക്കും. ചെലവ് വർദ്ധിക്കും. അല്പം അലച്ചിലിനും സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെടും. സാമ്പത്തിക രംഗം മോശമാകില്ല. ഊഹക്കച്ചവടത്തിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ബുധൻ വ്യാഴവുമായി ദൃഷ്ടി ചെയ്യുന്നതിനാൽ കാര്യങ്ങൾ ഉന്മേഷഭരിതമാകും. ഭൗതികമായ വളർച്ചയ്ക്കൊപ്പം ആത്മീയമായ ഉണർവും ഉണ്ടാകും. മനസ്സ് പ്രസന്നമാകും. വ്യാപാരരംഗം സുഗമമാകും. ചിന്തയും പ്രവൃത്തിയും നേരായ വഴിയിലൂടെ ആയിരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. കായിക കലാരംഗങ്ങളിൽ ഉള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. ഞായർ തിങ്കൾ ദിവസങ്ങൾക്ക് മെച്ചമുണ്ടാകില്ല. പണച്ചെലവ് അധികമാകും. വ്യർത്ഥമായ യാത്രകളും ഉണ്ടായേക്കാം. ജന്മരാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ഇടയ്ക്കിടെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ഉല്ലസിക്കാൻ അവസരം ഉണ്ടാകും. ചില സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം. നൈസർഗികമായ കഴിവുകൾ അവസരോചിതമായി പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കില്ല. മാനസികമായ പിരിമുറുക്കം അനുഭവപ്പെടും. ഉറക്കം കുറയുന്നതായി തോന്നും. ആഴ്ച രണ്ടാം പകുതിയിൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ധനവരവിൽ വർധനവ് ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ സ്വാതന്ത്ര്യം അനുഭവപ്പെടും. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും. ആത്മീയ സാധനങ്ങൾക്ക് മുടക്കം വരില്ല. ഗാർഹിക ജീവിതത്തിൽ സ്വസ്ഥത അനുഭവപ്പെടും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്
സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. അനാവശ്യമായ ചില ആശങ്കകൾ അനുഭവപ്പെടും. പെട്ടെന്നുള്ള മാനസിക പിരിമുറുക്കത്തിന് സാധ്യതയുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളിൽ പങ്കെടുക്കുവാൻ കഴിയാതെ വരുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കും. കുടുംബസുഖം അനുഭവപ്പെടും. ആലോചനാപൂർവ്വം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ശുഷ്കാന്തിയോടെ നിർവഹിക്കുവാൻ സാധിക്കും. വായ്പാ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല. സാധാരണ കാര്യങ്ങൾ മുടക്കം കൂടാതെ നടക്കും. ബിസിനസ് യാത്രകൾ ഗുണകരമാകും. പ്രയത്നങ്ങൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും. ചെറിയ തോതിൽ ചികിത്സാ ചെലവുകളും വന്നേക്കാം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുവാൻ കഴിയുന്നതാണ്. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങളുണ്ടാകും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു കിട്ടിയേക്കും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകുന്നതാണ്. പ്രണയികൾക്ക് നല്ല വാരമായിരിക്കും. സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ ലഭിക്കാനിടയുണ്ട്. കലാപ്രവർത്തനം അഭംഗുരമായി തുടരുവാൻ കഴിയും. ഭാവി കാര്യങ്ങളിൽ വ്യക്തത കൈവരുന്നതാണ്. വീട് വിട്ട് താമസിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. സന്ധി സംഭാഷണങ്ങളിൽ തൃപ്തിയുണ്ടാകും. ഉത്സാഹവും ആത്മവിശ്വാസവും വർദ്ധിക്കും. കാര്യനിർവഹണ ശക്തി പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. സന്താനങ്ങളിലൂടെ നേട്ടങ്ങൾ വന്നുചേരും. സാഹസങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചെറുകിട സംരംഭങ്ങളിൽ നേട്ടം വർദ്ധിക്കും. ഏജൻസി കമ്മീഷൻ ഇടപാടുകൾ ലാഭകരമാകും. തൊഴിലിൽ മത്സരങ്ങളെ അതിജീവിക്കും. ഗാർഹിക ജീവിതം സ്വസ്ഥവും സുഖകരമാകും. നക്ഷത്രനാഥനായ ചന്ദ്രൻ ബലവാൻ ആയതിനാൽ മനസ്സുഖം അനുഭവപ്പെടും. വിഷമിക്കുന്നവർക്ക് ആത്മവിശ്വാസം പകരും. സമൂഹത്തിൻ്റെ അംഗീകാരവും ആദരവും നേടും. സാമ്പത്തിക കാര്യങ്ങളിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതുണ്ട്. സഹോദര ഗുണം ഉണ്ടാകും. സഭകളിലും സമാജങ്ങളിലും ശോഭിക്കുവാൻ കഴിയും. ഉറ്റ ബന്ധുവിനെ സാമ്പത്തികമായി സഹായിക്കും. കച്ചവട രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. പിതൃപുത്ര ബന്ധത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉയരും. ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യനിർവഹണത്തിൽ തടസ്സം വരാനിടയുണ്ട്. മേലധികാരികൾക്ക് വിശദീകരണം നൽകേണ്ട സാഹചര്യം വന്നേക്കാം. വിവാദങ്ങളിൽ മൗനം പാലിക്കും. സ്വയം തൊഴിൽ മേഖലയിൽ അലച്ചിലുണ്ടാകും. എന്നാൽ ഉപഭോക്താക്കളുടെ സഹകരണം പ്രതീക്ഷയ്ക്ക് വക നൽകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും. വസ്തു വിൽക്കുവാനുള്ള ശ്രമം വിജയിച്ചേക്കും. സ്വന്തക്കാരിൽ നിന്നും എതിർപ്പുകൾ ഉയർന്നേക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ആശ്വാസവും സന്തോഷവും ലഭിക്കുന്ന വാർത്തകൾ വന്നുചേരും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകൾ ലഭിക്കും. അസുഖങ്ങളെ അതിജീവിച്ച് ആരോഗ്യം നിലനിർത്തും. അന്യദേശത്തുള്ളവർ നാട്ടിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ട്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഗുണമുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് നീതിപൂർവമായ പ്രവർത്തനം മൂലം കീർത്തി വർദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത വന്നുചേരും. പ്രതികൂല സാഹചര്യങ്ങളെ അനായാസം മറികടക്കും. കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ദാമ്പത്യ ജീവിതത്തിൽ ബന്ധം ദൃഢമാകും. യാത്രകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം. ഭാവിയിലേക്ക് ഉപകാരപ്രദമായ ആത്മപ്രചോദനങ്ങൾ ഉണ്ടാകും. വ്യാപാര വിപണന മേഖലയിൽ പ്രതീക്ഷിച്ചതിലധികം പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാൻ അവസരമുണ്ടാകും. മാനസികോന്നമനം സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രതയുണ്ടാകും. പുതിയ പല അറിവുകളും നേടുവാൻ കഴിയും. കർമ്മസ്ഥാനത്ത് ചൊവ്വ നീചസ്ഥിതിയിൽ തുടരുന്നതിനാൽ പ്രവൃത്തികളിൽ അസംതൃപ്തി ഉണ്ടാകും. ലക്ഷ്യത്തിലെത്താൻ ശ്രമങ്ങൾ ആവർത്തിക്കേണ്ടതായി വരും. കുടുംബ ബന്ധങ്ങൾ ഹൃദ്യമാകും. വിപരീതമായി ചിന്തിച്ച് മനസ്സ് വിഷമിക്കും. പൂർവീയ സ്വത്ത് ഭാഗം വെച്ച് ലഭിക്കും. ഭൂമി ക്രയവിക്രയത്തിൽ നഷ്ടം സംഭവിക്കും. ഭൂമിയിൽ നിന്നുള്ള ആദായം കുറയും. ആശുപത്രി വാസത്തിനും യോഗമുണ്ട്.
പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്നതാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികക്കൂറിൻ്റെ അധിപനായ ചന്ദ്രൻ ബലവാനായതിനാൽ നേട്ടങ്ങൾക്ക് തടസ്സമുണ്ടാവില്ല. വാക്കിലും പ്രവൃത്തിയിലും ആത്മവിശ്വാസം നിറയും. അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും. സുഹൃത്തുക്കളുടെയും കുടുംബത്തിൻ്റെയും പിന്തുണ വലിയ തോതിലുള്ള ഊർജം പകരുന്നതാണ്. രോഗഗ്രസ്തർക്ക് ആശ്വാസമുണ്ടാകും. വാഹനം അറ്റകുറ്റപ്പണി തീർത്ത് നിരത്തിലിറങ്ങും. സംഘടനകളിൽ നിലപാടുകൾക്ക് അംഗീകാരം ലഭിക്കും. കൈവായ്പകൾ മടക്കി കിട്ടും. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്ക് തയ്യാറെടുപ്പ് തുടങ്ങും. ഊഹക്കച്ചവടത്തിലും ഷെയർ മാർക്കറ്റിങ്ങിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്ന് മുക്തി നേടും. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും. പുതിയ ഭൂമിയോ വീടോ വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ രംഗത്തും ഒരു ഉണർവുണ്ടാകും. ബുദ്ധിപൂർവമായ ചടുല നീക്കങ്ങൾ ഗുണകരമാകും. വ്യാപാരികൾക്ക് കച്ചവടം കൂടുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും. സാഹിത്യം, കല എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് പ്രതിഭാവിലാസം തെളിയിക്കുവാനുള്ള അവസരം സംജാതമാകും. ഉദ്യോഗസ്ഥർക്ക് അധ്വാനഭാരം കുറയും. നറുക്കെടുപ്പുകളിലും ചിട്ടിയിലും ലോട്ടറിയിലും മറ്റും സമ്മാനിതരാകും. പ്രണയികൾക്ക് ആശ്വസിക്കാനുള്ള സാഹചര്യമുണ്ടാകും. നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കും. ശ്രമകരമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. ആത്മീയ ചിന്തകൾ കൂടും. സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ എതിർപ്പുകളെ മറികടന്ന് പൂർത്തിയാക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾ ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനത്തിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ്. ചില കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളെ ബോധിപ്പിക്കേണ്ടതായി വരുന്നതായിരിക്കും. എത്ര ശ്രമിച്ചാലും ആശയക്കുഴപ്പം തുടരുന്നതായി തോന്നും. ധനവരവിൽ മെച്ചമുണ്ടാകും. സുഹൃത്ത് ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാകും. ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ഔദ്യോഗിക രംഗത്ത് ശുഷ്കാന്തി ഉണ്ടാകും. ചുമതലകൾ ഭംഗിയായി പൂർത്തിയാക്കുവാൻ കഴിയും. വ്യാപാര കാര്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസത്തിന് മങ്ങലുണ്ടാകും. കൂട്ടു ബിസിനസ്സിൽ താൽപ്പര്യം കുറയും. ആരോഗ്യകാര്യത്തിൽ അലംഭാവം പാടില്ല. സാഹചര്യങ്ങളുടെ അനുകൂലത പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങൾ വിമർശിക്കപ്പെടാം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാവുന്ന വാരമാണ്. പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. അമിതാവേശം കൂടാതെ കാര്യങ്ങൾ പഠിച്ച് പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കണം. വിദഗ്ധോപദേശം തേടുന്നത് ഗുണകരമാകും. 4-ാം ഭാവത്തിലെ രാഹു മനസ്സിൽ ഇടയ്ക്കിടെ ചാഞ്ചല്യം സൃഷ്ടിക്കും. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. കിട്ടാക്കടങ്ങൾ ചിലതൊക്കെ കിട്ടിത്തുടങ്ങും. സാമ്പത്തിക സ്ഥിതി മോശമാവില്ല. ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. പൂർവിക സ്വത്ത് ഭാഗം വെച്ച് കിട്ടും. ബന്ധുക്കളുടെ പ്രതികരണം അത്ര സുഖകരമായേക്കില്ല. ജീവിത പങ്കാളിയുടെ പിന്തുണ നിർലോഭം ലഭിക്കും. കലാകാരന്മാർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ പലതരം സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ വന്നുചേരും. സ്വയം തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് വായ്പാ സൗകര്യം വേഗം ലഭ്യമാകും. യോഗങ്ങളിലും സദസ്സുകളിലും നിലപാടുകൾ അംഗീകരിക്കപ്പെടും. വിദ്യാർത്ഥികൾ പഠനത്തിലും കലാമത്സരങ്ങളിലും മികവ് തെളിയിക്കും. സ്ത്രീകളുടെ നിർലോഭമായ സഹകരണം കൈവരുന്നതാണ്. പലതരം സുഖഭോഗങ്ങൾ നേടാനുള്ള അവസരമുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് മനസ്സമാധാനം കുറഞ്ഞു എന്ന് വരാം. പലതരം ചിന്തകൾ കൊണ്ട് മനസ്സ് വ്യാകുലമാകും. അവസരോചിതമായ ഇടപെടലുകൾ ഗുണം ചെയ്യും. രോഗികൾക്ക് ചികിത്സ ഫലിക്കും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രയത്നത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും. ചിട്ടയായ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ സ്വന്തമാക്കും. സുഹൃത്ത് ബന്ധങ്ങൾ സുദൃഢമാകുന്നതാണ്. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും. പഠനത്തിനും ഗവേഷണത്തിനുമായി കൂടുതൽ സമയം നീക്കിവെക്കും. ഗ്രഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും. യാഥാർത്ഥ്യബോധത്തോടൊപ്പം സങ്കല്പങ്ങളിലും മനസ്സ് വ്യാപരിക്കും.
ബന്ധുക്കൾ തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ മുൻകൈയെടുക്കും. സന്താനങ്ങളുടെ അഭ്യുന്നതയിൽ സന്തോഷമുണ്ടാകും. സുതാര്യമായ സമീപനങ്ങളിലൂടെ കാര്യങ്ങൾ കുറേയൊക്കെ വിജയം നേടും. സുപ്രധാന കാര്യങ്ങളിൽ അവസരോചിതമായി തീരുമാനം എടുക്കുവാൻ കഴിയും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ ആവർത്തിച്ച് പരിശ്രമിക്കേണ്ടി വരും. വ്യാപാര പുരോഗതിയിൽ തടസ്സങ്ങൾ ഉള്ളതായി അനുഭവപ്പെടും. തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് ഒപ്പമുള്ളവരുടെ വാക്കുകൾ തുണയാകും. ഭൂമിയിൽ നിന്ന് സാമാന്യമായിട്ടുള്ള വരുമാനം പ്രതീക്ഷിക്കാം. ബന്ധുഗുണം ഉണ്ടാകും. ശത്രു പീഡയെക്കുറിച്ച് അനാവശ്യമായി ഉത്കണ്ഠകൾ ഉണ്ടായേക്കും. സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ ആലോചന തുടരുന്നതാണ്. വാഹന ഉപയോഗത്തിൽ നല്ല ശ്രദ്ധ വേണം. പ്രമേഹമോ രക്തസമ്മർദ്ദമോ ഉള്ളവർക്ക് കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. ഊഹക്കച്ചവടത്തിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നഷ്ടം സംഭവിക്കും. സ്ത്രീജനങ്ങൾ മുഖേന അപമാനിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിലിലും തൊഴിൽ മേഖലയിലും പുഷ്ടിയുണ്ടാകും. ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യുവാൻ കഴിയുന്നതാണ്. സ്വന്തം നിലപാടുകൾക്ക് സഹപ്രവർത്തകരുടെ സ്വീകാര്യത ലഭിക്കും. സാമ്പത്തിക സ്ഥിതി മോശമാകില്ല. കടബാധ്യതകൾക്ക് കുറേയൊക്കെ പരിഹാരമാകും. രോഗക്ലേശങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെടും. വിദേശത്തുള്ളവർ സാമ്പത്തികമായി സഹായിക്കും. ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം നീക്കിവെക്കും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാൻ കഴിയും. കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും. തടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം സാധ്യമാകും. ചിലപ്പോൾ ചെയ്യാത്ത തെറ്റുകൾക്ക് പഴി കേൾക്കേണ്ടതായും വന്നേക്കാം. ഭക്ഷ്യവിഷബാധയ്ക്കോ ആശുപത്രിവാസത്തിനോ യോഗമുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ തീരുമാനങ്ങളിൽ ചാഞ്ചല്യം ഉണ്ടാകും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ പാടുപെടും. കാര്യസാധ്യത്തിന് അലച്ചിലും ആവർത്തിത ശ്രമങ്ങളും വേണ്ടിവരും. അകാരണമായ ക്ഷോഭം അനുഭവപ്പെടും. ഗാർഹിക ജീവിതം പ്രക്ഷുബ്ധമാകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ആത്മവിശ്വാസം നിലനിർത്തുവാൻ കഴിയും. ഊഹക്കച്ചവടത്തിലും ഭാഗ്യപരീക്ഷണങ്ങളിലും ലാഭം പ്രതീക്ഷിക്കാം. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകളിൽ നേട്ടവും പുരോഗതിയും ഉണ്ടാകും. വേദികളിലും സദസ്സുകളിലും ആശയവ്യക്തതയോടെ അഭിപ്രായം പറയുവാൻ കഴിയും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. അയൽക്കാരുമായി വാക്കുതർക്കത്തിനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. സുഹൃത്തുക്കളിൽ നിന്ന് വേണ്ടത്ര സഹകരണങ്ങൾ ലഭിച്ചേക്കില്ല. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ അനുഭവപ്പെടും. നേതൃത്വത്തോടോ മേലധികാരികളോടോ ശോഭിക്കുന്നതിന് ഇടയുണ്ട്. നേരത്തെ കിട്ടാതെ പോയ ചില നേട്ടങ്ങൾ ഇപ്പോൾ കരഗതമാകുന്നതാണ്. ധനപരമായി ആശ്വാസമുണ്ടാകും. ചില ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യും. ബന്ധുജനങ്ങളുടെ ഗൃഹത്തിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും. അവധിയെടുത്ത് ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കും. കൂട്ടുകച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അംഗീകാരവും ബഹുമതിയും വന്നുചേരും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും. ബാങ്കിങ്, റവന്യൂ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. ധാരാളം യാത്രകൾ ആവശ്യമായി വരും. കുടുംബത്തിൽ സന്തോഷം അലയടിക്കും. വെല്ലുവിളികളെ മനസ്ഥൈര്യത്തോടെ നേരിടുന്നതാണ്. കാലതാമസം കൂടാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയും. സമയബന്ധിതമായി ദൗത്യങ്ങൾ പൂർത്തിയാക്കും. പിതൃപുത്രബന്ധം സുദൃഢമാകും. വലിയ തോതിലുള്ള മുതൽ മുടക്കുകൾക്ക് അനുകൂല സമയമല്ല. സുഹൃത്തുക്കളോടൊപ്പം ആഹ്ലാദിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലെ അകൽച്ചകൾ അവസാനിക്കും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.